പാതിവില തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ പരാതികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തകൃഷ്ണന്റെ മൊഴി കൂടി പുറത്തു വന്നതോടെ കുറേ അധികം ആളുകൾ പ്രതികളാക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇപ്പോൾ ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പം റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അഡ്വൈസറി ചെയർമാൻ എന്ന പോസ്റ്റ്, അതായത് എന്ന അലങ്കാരം അദ്ദേഹത്തിന് കിട്ടിയതല്ലാതെ അദ്ദേഹം ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഷഹദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, ഗുഡ് മോർണിംഗ്, പറയും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം അഡ്വൈസറി ബോർഡ് ചെയർമാനാണ്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇതിൽ എന്നുള്ള കാര്യത്തിൽ ഇനി തുടരന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയിൽ 2 കേസിലാണ് അദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുള്ളത്. 2 കേസിലും 3-ാം പ്രതിയാണ് അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. കോഴിക്കോട് കോൺഗ്രസിന്റെ ജനശ്രീ മിഷൻ വഴി നടന്ന തട്ടിപ്പിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ 24 വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പരാതിക്കാർ പോലീസിൽ പരാതി പറഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പരാതി എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുണ്ടായിരുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ 24 വാർത്ത നൽകുകയും തുടർന്ന് ഇപ്പോൾ ഇന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അലി പൂനത്തിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഹോണ്ട ആക്ടിവ സ്കൂട്ടർ പകുതി വിലക്ക് നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെന്നാണ് പരാതി. 64,000 രൂപയാണ് മുഹമ്മദ് അലി വാങ്ങിയത് എന്നുള്ളതാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ നിലവിൽ ഏകദേശം 20 കോടിയിലധികം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. താങ്ക് യു ഷഹദ് റഹ്മാൻ. നമുക്കിനി അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നു. ഉന്നത നേതാക്കൾക്കെതിരെ മൊഴി വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വ്യാപകമായി തട്ടിപ്പ് അരങ്ങേറി എന്ന രീതിയിലാണ് വരുന്നത്. കുറേ സാധനങ്ങളൊക്കെ ഈ അനന്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും കൈവഴുതി പോയി, വ്യാപകമായ അഴിമതി, ആയിരക്കണക്കിന് ആളുകൾ പെട്ടുപോയി. അലക്സ് റാം മുഹമ്മദ്, മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ സായിഗ്രാം സ്ഥാപകരും ഡയറക്ടറും അതുപോലെ ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ചെയർമാനും ഒക്കെയായ ആനന്ദകുമാറിനെതിരെ കൂടുതൽ പരാതികൾ രംഗത്ത് വരുന്നത്, ഡയറക്ടർ പരാതികൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വർക്കലയിൽ നിന്നൊരു പരാതി വരുന്നു. അതിൽ പറയുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സായിഗ്രാമത്തിൽ ഒരു യോഗം ചേർന്നു എന്നാണ് ആ പരാതിയിൽ വ്യക്തമാക്കുന്നത്. അത് 2024 ജനുവരി 27-നാണ് അത്തരത്തിൽ സായിഗ്രാമിൽ ഒരു യോഗം ചേർന്നത്. അതിൽ ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ, അതുപോലെ ലാപ്ടോപ്പ്, മറ്റ് ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇടപെടലുണ്ടായത്. വർക്കല ബ്ലോക്കിന് കീഴിൽ സീഡ് എന്ന ഒരു ഘടന രൂപീകരിച്ചാണ് ഇവർ ഈ അംഗങ്ങളെ അല്ലെങ്കിൽ ഈ ആളുകളെ ഇതിൽ അംഗങ്ങളാക്കാൻ ശ്രമിച്ചതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഏതാണ്ട് 18 പേർക്കെതിരെയാണ് പരാതി. അത് ഈ അനന്തകൃഷ്ണൻ 1-ാം പ്രതിയായും 2-ാം പ്രതി അനന്തകുമാർ എന്നൊക്കെ രേഖപ്പെടുത്തിയാണ് ഈ 18 പേർക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഈ ആളുകൾ ഈ പദ്ധതിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു. ഇടുക്കിയിലാണ് ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് അവരെ വിശ്വസിപ്പിച്ചു. തുടർന്ന് അവർ ഇടുക്കിയിലെത്തി ഈ ആളുകൾ നേരിട്ട് കണ്ടു. അനന്തകൃഷ്ണന്റെ ബന്ധുക്കളും സഹോദരങ്ങളും അടക്കം അവിടെ ഉണ്ടായിരുന്നതായി ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 55,08,000 രൂപ തട്ടിയെടുത്തെന്ന് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതിയെപ്പറ്റി ഇത്തരത്തിൽ വാർത്തകൾ വന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വിവരങ്ങൾ പുറത്തു പറയരുതെന്നൊരു കർശന നിർദ്ദേശം ഈ ആളുകൾക്ക് നൽകിയിരുന്നതായി ആളുകൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അത് ആരോടെങ്കിലും പുറത്തു പറഞ്ഞാലോ പരാതിപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്ക് പണവും ലഭിക്കില്ല, നിങ്ങൾ നൽകിയ പണവും ലഭിക്കില്ല. അത് മാത്രമല്ല, ഈ ഏറ്റ ഉപകരണങ്ങൾ, അത് ഗൃഹോപകരണങ്ങളാകട്ടെ, ലാപ്ടോപ്പ് ആകട്ടെ, സ്കൂട്ടർ ആകട്ടെ, ഇതൊന്നും ലഭിക്കില്ല എന്നും അവരോട് പറഞ്ഞതായി നിർദ്ദേശിച്ചിട്ടുണ്ട്. 93 പേരിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 55,08,000 രൂപ, അങ്ങനെ മറ്റു ഗൃഹോപകരണങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപകൾ തട്ടിയെടുത്തതായി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാണ് വർക്കല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്.